ഹലോ, വെൽക്കം ബാക്ക്. ഐഷാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചെറിയൊരു വ്ളോഗുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്നത്തെ വ്ളോഗിൽ ബേബിക്ക് പുതിയൊരു ക്രിബും കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അസംബിൾ ചെയ്യുന്നതിൻ്റെ ചെറിയൊരു വീഡിയോയും പിന്നെ കുട്ടിയുടെ പേരിട്ടിട്ടുണ്ട്, അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ നല്ലൊരു പോസ്റ്റ് ഡെലിവറി റെസിപ്പിയും കൂടിയുണ്ട്. അപ്പോൾ റെസിപ്പിയൊക്കെ കാണാം കേട്ടോ. ബ്രസ്റ്റ് മിൽക്ക് ഇൻക്രീസ് ചെയ്യാനുള്ള റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. നമ്മുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ബേബിനെ കാണാൻ ആർക്കും വരാൻ വയ്യാത്തൊരവസ്ഥയാണ്. അപ്പോൾ ഇത് എൻ്റെ അമ്മാവൻ്റെ മോനാണ്. അവനക്ക് കുട്ടീനെ കാണാനുള്ളൊരു കൊതിയുണ്ട്. അവന് കുറച്ച് ഗിഫ്റ്റൊക്കെ കൊണ്ട് വന്നതാണ്. പക്ഷേ അകത്തേക്ക് കയറാൻ പറ്റിയില്ല. നമ്മളിങ്ങനെ ദൂരെ നിന്ന് സംസാരിക്കാനേ പറ്റുള്ളൂ. ആളെത്ര വിളിച്ചിട്ടും അകത്തേക്ക് കയറണില്ല. ദുബായിൽ നിന്നാണ് അവൻ വരുന്നതെന്ന് പറഞ്ഞിട്ട് അവർക്ക് പേടിയായിട്ട് വന്നില്ല. മക്കളോട് പോലും സംസാരിക്കാൻ പറ്റിയില്ല. വല്ലാത്തൊരവസ്ഥയായിപ്പോയി. അപ്പം കുട്ടീനെ ദൂരെ നിന്ന് കാണിച്ചു കൊടുത്തു. അങ്ങനെ ആൾ പോയി. ഇവരുടെ വൈഫിന് ഒരു യൂട്യൂബ് ചാനലുണ്ട്, ബറൂമാജി എന്നാണ് ചാനലിൻ്റെ പേര്. റോസുവിന് പിന്നെ ഇതൊക്കെ കണ്ടപ്പോഴാണ് സന്തോഷമായത്. കസിന് വന്നിട്ട് പുറത്തുനിന്ന് സംസാരിക്കാനായിട്ട് ആകെ ഒരു സങ്കടമായിരുന്നു റോസുവിന്. എന്താകത്ത് കയറാത്തെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കേക്കൊക്കെ കണ്ടപ്പോൾ പിന്നെ കുറച്ചൊന്ന് ഹാപ്പിയായി ആൾ. റോസും റീനും പ്രസവിച്ച സമയത്ത് ഫസ്റ്റത്തെ ഡ്രസ്സിൻ്റെ ഗിഫ്റ്റൊക്കെ കൊണ്ടുവരാറ് ഒന്നെങ്കിൽ ഉപ്പ അല്ലെങ്കിൽ എൻ്റെ ബ്രദറാണ്. അപ്പോൾ ഇത്തവണ അവർക്ക് നാട്ടിലായതുകൊണ്ട് അവർക്കൊന്നും കൊണ്ടുവരാൻ വയ്യല്ലോ. അപ്പം അമ്മാവൻ്റെ മോനോട് പറഞ്ഞിട്ട് ഒരു ബേബി സെറ്റ് വാങ്ങിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബ്രദേഴ്സിൻ്റെ വക തന്നെയാണ് മോൾക്ക് കിട്ടിയിട്ടുള്ള ഫസ്റ്റത്തെ ഡ്രസ്സിൻ്റെ ഗിഫ്റ്റും. ഗിഫ്റ്റ് ബേബിക്കുള്ളതാണെങ്കിലും റോസുവിനായിരുന്നു ഭയങ്കര ത്രില്ല്. അതൊക്കെ തുറന്നു നോക്കാനും അതൊക്കെ കാണാനും എൻജോയ് ചെയ്യാനൊക്കെ. റോസുവായിരുന്നു ഭയങ്കരമായിട്ട് സന്തോഷിച്ചിരുന്നത്. നല്ല ഭംഗിയുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തത് ഓരോ ഗിഫ്റ്റ് തുറക്കുമ്പോഴും. പിന്നെ എപ്പോഴും പലരും ചോദിക്കുന്നൊരു ചോദ്യമാണ് മക്കളുടെ പേരൊക്കെ എന്താണെന്നുള്ളത്. മൂത്ത ആളുടെ പേര് ഫാത്തിമ റിസാറീൻ, രണ്ടാമത്തെ ആളുടെ പേര് ഐഷ സേബ റോസ്, എൻ്റെ പേര് ഐഷ ഫർഹാന എന്നാട്ടോ. പിന്നെ മൂന്നാമത്തെ ആളുടെ പേര് ഇപ്പോൾ ഇട്ടിട്ടുള്ളത് ആമിന റോഹി സോയൽ എന്നാണ്. ആമിനാന്ന് ഓൾറെഡി ഹോസ്പിറ്റലിൽ വെച്ചിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ റോഹി സോയലിന് ഇപ്പം കൺഫേം ആക്കി. ഇക്കാക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു, പക്ഷേ അവസാനം അത് കൺഫേം ആക്കി. അപ്പോൾ റീൻ, റോസ്, റൂഹി മൂന്നും 6 വെച്ചിട്ട് തന്നെ വിളിപ്പേരായിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഒരുപാട് വ്യൂവേഴ്സ് നല്ല നല്ല പേരുകളൊക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ചെറിയൊരു നിർബന്ധമുള്ളത് ആറും ഇസഡും പേരിൽ വരണം എന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ സെലക്ട് ചെയ്ത പേരാണിത്. പിന്നെ അതുപോലെ വിളിക്കാൻ റീൻ, റോസ്, റൂഹി മൂന്നും 6 വെച്ചിട്ട് തന്നെ ആയി. അൽഹംദുലില്ലാ അതിന് സെലക്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇക്കാക്ക് അത്ര ഇഷ്ടമായിട്ടില്ല, എന്നാലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് പേരിട്ടു. ഇനിയും ഡിലേ ആക്കുന്നത് ശരിയല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഗിഫ്റ്റിൻ്റെ അൺബോക്സിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി അടുത്തത് കുറേ ദിവസമായിട്ട് ഇവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ കുട്ടിക്കുള്ള ക്രിബും ക്രാഡിലും കൂടിയുള്ളൊരു സംഭവമാണ്. അപ്പോൾ നമ്മൾ അന്ന് മെറ്റേണിറ്റി ഷോപ്പിങ്ങിന് പോയിരുന്നല്ലോ ഷാർജയിൽ, ടോയ്സ് ഫോർ യു എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഷോപ്പിൽ. അപ്പോൾ അവിടെ നിന്ന് വാങ്ങിച്ചതായിരുന്നു. അപ്പോൾ അന്നത് തുറന്നിട്ടില്ലായിരുന്നു. ഇപ്പോൾ ഇതുവരെ തുറന്നിട്ടില്ല, സമയം കിട്ടിയില്ലായിരുന്നു ഇക്കാക്ക്. അപ്പോൾ അതും കൂടി ഇതിലൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. എനിക്കറിയാം ചിലർക്ക് ഇതൊക്കെ അൺബോക്സ് ചെയ്യുന്നത് കാണാനേ ഇഷ്ടമുണ്ടാവും, പക്ഷെ ചിലർക്ക് ഇതിലൊന്നും താല്പര്യം ഉണ്ടാവില്ല. അപ്പം ദയവായിട്ട് എന്താ പറയുക, ഇഷ്ടമില്ലാത്തവരുണ്ടെങ്കിൽ ദയവായിട്ടൊന്നും വിചാരിക്കരുത്. കാരണം നമ്മൾ ഒരു വ്ളോഗായിട്ട് ചെയ്യുമ്പം ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ വ്ളോഗിൽ ഇൻക്ലൂഡ് ചെയ്താൽ ആ വ്ളോഗിലൊരു ഇതുണ്ടാവുള്ളൂ, കാണാനൊരു രസം ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഇതൊക്കെ ഞാൻ ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ചിലർക്ക് ഇഷ്ടമാവുന്നുണ്ടാവില്ല, ശരിയാണ് പറയുന്നത്. പക്ഷേ എന്നാലും നമ്മൾ വ്ളോഗ് ഇൻട്രസ്റ്റിംഗ് ആണെങ്കിൽ ഇത് ആവണമെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനത്തൊക്കെ കാണിക്കണം. അപ്പോൾ അതുകൊണ്ടാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഏതായാലും അവർ ഇത് അസംബിൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ പിന്നെ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു.
ഞാൻ സാധാ തൊട്ടിൽ വാങ്ങിക്കാനായിരുന്നു വിചാരിച്ചിരുന്നത്. പക്ഷേ റീനും റോസിനും ഭയങ്കര നിർബന്ധം ഇതന്നെ വാങ്ങിക്കണമെന്ന്. കാരണം അവർക്ക് രണ്ടുപേർക്കും നാട്ടിൽ ഇതുപോലത്തെ സംഭവം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ബേബിക്കും അത് വേണമെന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചതാണ്. പിന്നെ ഈയൊരു ഇത് ക്രിബും ക്രാഡിലും കൂടിയതാണ്. അതായത് നമ്മൾ ചില സാധാ ക്രാഡിൽ മാത്രമാണെങ്കിൽ അതൊരു 2-3 വയസ്സ് വരെയൊക്കെ കുട്ടിക്ക് കിടക്കാൻ പറ്റുള്ളൂ. പിന്നെ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റില്ല. ഇതിൽ കൂടെ ക്രിബും കൂടിയുണ്ട്. അപ്പം അതുകൊണ്ട് ക്രിബിൻ്റെ അകത്താണ് ഈ ക്രാഡിൽ വെച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് കൂടുതൽ കാലം നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇപ്പോൾ പലരും വിചാരിക്കുന്നുണ്ടാവും തൊട്ടിൽ പിങ്ക് കളറായതുകൊണ്ട് ഞാൻ ഓൾറെഡി അറിയല്ലോ എന്നുള്ളത്. ലാസ്റ്റ് മന്തൊക്കെ ആയപ്പം ഡോക്ടർ എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ചോദിക്കാതെ തന്നെ ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഇക്ക പറഞ്ഞു കുട്ടി ഏതാണെന്നുള്ളത് ചോദിക്കേണ്ടതെന്ന്. അങ്ങനെ ഫസ്റ്റത്തെ കുറച്ച് മാസങ്ങളിൽ ഒരു 7 മാസം വരെയൊന്നും ഞാൻ ചോദിച്ചിട്ടില്ലായിരുന്നു. കാരണം എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. അറിയാനുള്ളൊരു ആകാംക്ഷ കൊണ്ടായിരിക്കാം ചിലപ്പം ബോയ് ആവണോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ടെൻഷൻ വേണ്ടെന്ന് വിചാരിച്ചിട്ട് ഇക്ക ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ചോദിക്കരുതെന്ന്. പിന്നെ ലാസ്റ്റൊക്കെ ആയപ്പോൾ പിന്നെ എന്തായാലും കുഴപ്പമില്ല എന്നുള്ളൊരു ഇതായി. അപ്പോൾ ആ സമയത്താണ് ഡോക്ടർ നേരിട്ട് പറഞ്ഞത് ബേബി ഗേളാണെന്ന്. അപ്പോൾ അതറിഞ്ഞ ശേഷമാണ് നമ്മൾ തൊട്ടിൽ വാങ്ങിക്കാൻ പോയിരുന്നത്. അങ്ങനെയാണ് പിങ്ക് കളറ് വാങ്ങിച്ചത്. പിന്നെ അവിടെ പിങ്ക് തന്നെ ഉണ്ടായിരുന്നുള്ളൂ, വേറെ കളേഴ്സൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഇതാണ് ക്രിബ്. അപ്പോൾ ഇതിൻ്റെ അകത്താണ് നമ്മൾ ക്രാഡിൽ വെച്ചെടുക്കുന്നത്. ഇതിപ്പം വലിയ കുട്ടികൾക്ക് എടുക്കുന്ന ക്രിബാണ്. ഇനി ഇതിൻ്റെ അകത്ത് വേണമെങ്കിൽ ഒരു ബെഡും കൂടി ഇടാം കേട്ടോ. ബെഡ് നമ്മളിപ്പോൾ തൽക്കാലം വാങ്ങിച്ചിട്ടില്ല, അപ്പോൾ ആവശ്യമില്ലല്ലോ. ഇനി ഇതിൻ്റെ അകത്ത് ക്രാഡിൽ വരുന്നുണ്ട്. ക്രാഡിലിനകത്താണ് കുട്ടീനെ കിടത്തുന്നത്. അപ്പോൾ ഇതാണ് ന്യൂ ബോൺസിനുള്ള ക്രാഡിൽ. ഇതിൻ്റെ അകത്താണ് കുട്ടീനെ കിടത്തുക. ഇപ്പം ഈ ഒരു സ്റ്റേജിൽ ഇതിനകത്തേ കിടത്താൻ പറ്റുള്ളൂ. ഇതിൽ എത്രമാത്രം കുട്ടി കിടക്കുന്നൊന്നും അറിയില്ല. റീനുവിൻ്റെ റോസുവിൻ്റെ നിർബന്ധപ്രകാരം മാത്രം എടുത്താൽ കേട്ടോ. അവർക്ക് ഇതന്നെ വേണമെന്ന്, അവിടെ പോയി ഷോപ്പിൽ പോയപ്പം ഈ ഒരു സംഭവം തന്നെ വേണമെന്ന് ഭയങ്കര വാശിയായിരുന്നു. പിന്നെ കുട്ടികളുടെ ഇഷ്ടമല്ല എന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ചതാണ്. അപ്പോൾ ഇനി അടുത്തായിട്ട് നമ്മുടെ അടിപൊളി റെസിപ്പിയിലേക്ക് പോവാം. ഒരുപാട് അമ്മമാർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു റെസിപ്പിയാകും. ബ്രസ്റ്റ് മിൽക്ക് ഇൻക്രീസ് ചെയ്യാനുള്ള ഉലുവ വെച്ചിട്ടുള്ള നല്ല റെസിപ്പിയാണ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഉലുവ ഒരു 3 ടേബിൾ സ്പൂണ് നമുക്ക് വെള്ളത്തിലൊന്ന് കുതിർത്ത് വെക്കണം. അപ്പം ഒരു ദിവസത്തേക്കുള്ള ഇതാട്ടോ ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഉലുവ ഒരുപാട് എടുത്തിട്ട് അങ്ങനെ വേവിച്ചിട്ട് എടുത്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഒരു 3 ടേബിൾ സ്പൂൺ എടുക്കുന്നുള്ളൂ. ഇത് ഇത്താടെ റെസിപ്പിയാണ് കേട്ടോ. ഇവിടെ നിൽക്കുന്ന ഇത്ത പറഞ്ഞു തന്നിട്ടുള്ള റെസിപ്പിയാണ്. അപ്പം ഉലുവ ആദ്യം വെള്ളത്തിൽ നന്നായിട്ട് കുതിർത്ത് വെക്കണം, അല്ലാണ്ട് നമുക്കത് വേവിച്ചെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഒരുപാട് വെള്ളത്തിൽ തലേ ദിവസം രാത്രി കുതിർത്ത് വെച്ചാൽ മതിയാകും. അല്ലെങ്കിൽ ഒരു 5 മണിക്കൂറെങ്കിലും കുതിർത്ത് വയ്ക്കുക. അപ്പോൾ 5 മണിക്കൂറിന് ശേഷം ഞാൻ തിരിച്ചു വന്നപ്പോഴേക്കും ഇട്ടത് വേവിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പ്രഷർ കുക്കറിൽ അത്യാവശ്യം വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് വേവിച്ചെടുക്കുക. ഒരു 2-3 വിസിൽ വരുന്ന വരെ ഒന്ന് വേവിച്ചെടുത്താൽ മതി. എന്നിട്ട് വേവിച്ചെടുത്ത ശേഷം അത് ഈ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് നമ്മളൊന്ന് അരച്ചെടുക്കണം. വല്ലാണ്ട് പേസ്റ്റ് പരുവത്തിലാക്കണ്ട, ചെറുതായിട്ടൊന്ന് അരച്ചെടുക്കുക. കാരണം നമുക്ക് ഉലുവ അങ്ങനെ ചെറുതായിട്ട് കടിക്കുമ്പം എന്തോ പോലെയാണ്. അപ്പോൾ ചെറുതായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ കടിക്കുന്നൊരു പരുവാവില്ല, ഓട്സൊക്കെ കുടിക്കുന്ന ഒരു ടൈപ്പാകും. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് വേണ്ടത്. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമുക്ക് കുടിക്കാൻ പറ്റും. ഉലുവക്ക് ഒരു ചെറിയൊരു കയ്പ്പ് രസമാണല്ലോ, പക്ഷേ ഇതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കരമാണ്. ഡെലിവറി കഴിഞ്ഞവർക്ക് വേണമെങ്കിൽ 2-3 ആഴ്ച കഴിക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്.
അപ്പോൾ ഞാനിത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ശർക്കര ഉരുക്കിയത് ചേർത്ത് കൊടുക്കണം. ഇവിടെ ഇപ്പം ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത്തവണ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് കൂടുതൽ ഉരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എപ്പോഴും ഇങ്ങനെ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിട്ട്. അപ്പം ഇതിലേക്ക് ആവശ്യത്തിനുള്ള മധുരത്തിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പം അധികം ചേർക്കുന്നില്ല, കാരണം ഈ ഒരു സംഭവം അത്യാവശ്യം ചെറിയൊരു കയ്പുണ്ടാവും, ചെറിയൊരു മധുരം ഉണ്ടാവും. എന്നാൽ നമ്മളൊരു 2-3 തവണ കുടിച്ചു കഴിഞ്ഞാൽ നമുക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടമാവും. അപ്പോൾ പിന്നെ ഇത് ഒരിക്കലും തിളപ്പിക്കരുത് കേട്ടോ. ഇനി ശർക്കര ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് അപ്പം തന്നെ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ 1 കപ്പ് ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഒഴിച്ചു കൊടുക്കുക. ഇങ്ങനെ ഒരു ഓട്സൊക്കെ കുടിക്കുന്ന പോലെ ഒരു ചെറിയൊരു ലൂസായിട്ട് എന്നാൽ കുറച്ചൊരു തിക്നെസ്സോട് കൂടിയിട്ടുള്ള ഇതിലാവണം. പിന്നെ ഇത് തിളപ്പിക്കാൻ പാടില്ല കേട്ടോ. തിളപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് പിരിഞ്ഞ പോലെ ആകും. അപ്പോൾ ഈ ഒരു പരുവത്തിലൊന്ന് ചൂടാക്കി എടുത്താൽ മതി, എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഉലുവയുടെ റെസിപ്പി. ഈ ഒരു സംഭവം ഡെയിലി ഒരു പ്രാവശ്യം ഇങ്ങനെ കുടിക്കുകയാണെങ്കിൽ ബ്രസ്റ്റ് മിൽക്ക് പെട്ടെന്ന് വരാനും നന്നായിട്ടുണ്ടാവാനൊക്കെ സഹായിക്കും. ഈ പ്രസവം കഴിഞ്ഞ സ്ത്രീകൾക്കുള്ള മെയിൻ പ്രോബ്ലമാണ് ബ്രസ്റ്റ് മിൽക്ക് ഇല്ലാത്തത്. അപ്പം അതിന് നല്ലൊരു റെസിപ്പിയാണിത്. അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക. ബ്രസ്റ്റ് മിൽക്ക് ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഫെനുഗ്രീക്ക് ടാബ്ലറ്റ് വരെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ എത്രത്തോളം ഫെനുഗ്രീക്ക് ബ്രസ്റ്റ് മിൽക്കിന് നല്ലതാണെന്നുള്ളത് മനസ്സിലായല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുപോലെ ഉണ്ടാക്കി കുടിക്കുക കേട്ടോ. പിന്നെ നമ്മുടെ ഐഷാസ് കിച്ചൻ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അവിടെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെ ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതോടെ പ്രസ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ കാണാം. ഇതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ കമൻസൊക്കെ ഇതിന് താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാൻ മറക്കരുത്. അതുപോലെ റെസിപ്പി നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് തന്നെ ആവശ്യമുള്ളവർ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ. താങ്ക് യു.